ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. എനിക്ക് 2 ദിവസമായിട്ട് ഇത്തിരി ജലദോഷം ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറവുണ്ട്. ഞാനത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എങ്കിലും സൗണ്ട് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലും സൗണ്ട് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു പനിയുണ്ടോ, സൗണ്ടൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. മരുന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഓണൊക്കെ ആയിട്ട് ഒരു എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഓണത്തിന് സാധാരണ ചേനയും കായാണ് എരിശ്ശേരി ഉണ്ടാക്കുക. മത്തങ്ങയും പയറൊക്കെ സാധാരണ ഉണ്ടാക്കും. സാധാരണ വിശേഷങ്ങൾക്ക് ആയാലും സാധാരണയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഓണത്തിന് ഞങ്ങൾ ചേനയും കായാണ് കേട്ടോ. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഓണത്തിന് ചേനയും കായാണ് എരിശ്ശേരി ഉണ്ടാക്കുക. ഓണായ പ്രത്യേകമായിട്ട് ഓണത്തിന് ചേനയും കായും തന്നെയാണ് എരിശ്ശേരി. മത്തങ്ങയും പയറും ഉണ്ടാക്കാറുണ്ട് സാധാരണ വിശേഷങ്ങൾക്കൊക്കെ. ഓണത്തിന് ചേനയും കായാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മത്തങ്ങയും പയറും എരിശ്ശേരിയൊക്കെ ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചേനയും കായും കൊണ്ടുള്ള എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേനയും കായും നുറുക്കേണ്ടത് നിങ്ങൾ കണ്ടുവല്ലോ. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ സ്ക്വയറായിട്ടാണ് കേട്ടോ ചേന നുറുക്കുക. കായ ഇതുപോലെ ചെരിച്ചാണ് നുറുക്കുക. അപ്പോൾ ഞാൻ നുറുക്കേണ്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നുറുക്കണതിൽ വ്യത്യാസങ്ങളുണ്ട്. അതിനുശേഷം ആ ചേനയും കായും നല്ലപോലെ കഴുകി കൊണ്ടുവന്നു ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടാവാറായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. പണ്ടൊക്കെ നമ്മൾ കൽച്ചട്ടിയിലാണല്ലോ വെക്കുക. ചേനയും കായും കാളൻ വെക്കുമ്പോഴായാലും ഞങ്ങൾ കാളൻ പറയും. നിങ്ങൾ സാധാരണ പറയുക എന്താണ് പറയുക, പുളിശ്ശേരി എന്ന് പറയും. ഞങ്ങൾ തൃശ്ശൂർക്കാർ എരുള്ളി കാളൻ എന്നൊക്കെയാണ് പറയുക. അത് ചേനയും കായ കൊണ്ടാണല്ലോ ഉണ്ടാക്കുക. എരിശ്ശേരി ആയാലും ചേനയും കായയാണ്. അപ്പോൾ അത് പണ്ടൊക്കെ കൽച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റും, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിശ്ശേരിക്കുള്ളത് ആ കഷ്ണം നുറുക്കി കൊണ്ടുവന്നത് ഇതുപോലെ വെളിച്ചെണ്ണ അടിയിൽ പുരട്ടി നല്ലപോലൊക്കെ തടവി കൊടുത്ത് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തു. വേവാൻ ആവശ്യത്തിന് കഷ്ണം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ചേനയും കായ്ക്കും കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ കഷ്ണം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കുറച്ചധികം നേരം വേവണം അത്. ചേനയ്ക്കും കായ്ക്കും വേവുള്ളതാണ്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതാ വീണ്ടും അടച്ച് വെച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുറന്ന് കൊടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇപ്പോൾ വീണ്ടും ഇതാ അടുപ്പൊക്കെ തുറന്നു. ഇതാ കഷ്ണമൊക്കെ വെള്ളമൊക്കെ വറ്റി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് ഇടയ്ക്ക് ഇളക്കിയിടാറുണ്ട് കേട്ടോ. കഷ്ണമൊക്കെ വറ്റി, വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തു കേട്ടോ. ഇതാ അധികം അങ്ങനെ വെന്തങ്ങനെ ഉടയാൻ പാടില്ല. കഷ്ണം വേവാനേ പാടുള്ളൂ കേട്ടോ. കഷ്ണമൊക്കെ വെന്തു, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പകുതി ഭാഗം, വലിയൊരു മുറിയായിരുന്നു, അതിൻ്റെ പകുതി ഞാനിവിടെ അരച്ചെടുത്തു. തേങ്ങ ചിരകിയതും അര ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് അങ്ങനെ മഷി പോലെ അരയാൻ പാടില്ല, പതുക്കെ ഒന്ന് അരയാനേ പാടുള്ളൂ. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്തതാണ് ഇളക്കി കൊടുത്തത്. എന്നിട്ട് കഷ്ണത്തുമ്മേ പിടിക്കാൻ വേണ്ടിയിട്ട് ആ കഷ്ണവും തേങ്ങയും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ കഷ്ണവും തേങ്ങയും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് പൊത്തി വെച്ചു കേട്ടോ. ആ കഷ്ണത്തുമ്മേ ശരിക്കൊന്ന് പിടിക്കണം ആ തേങ്ങ. നല്ലപോലെ ഒന്ന് പൊത്തി വെച്ചു കേട്ടോ. തേങ്ങയും കഷ്ണങ്ങളും കൂടി ഒന്ന് പൊത്തി വെച്ചു. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എരിശ്ശേരിക്കൊക്കെ ഇത്തിരി അധികം വെളിച്ചെണ്ണ വേണം. നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നതല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
കടുക് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ആ മുളകും കൂടി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. അപ്പോൾ കറിവേപ്പിലയും മുളകും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങയുടെ പകുതിയാണ് അരച്ചത്, ബാക്കി പകുതി തേങ്ങ ചെറുകിയത് ചേർത്ത് വറുക്കണം. ഈ വറുത്തരിശ്ശേരി എന്നാണ് സാധാരണ പറയുക, ചേനയും കായും വറുത്തരിശ്ശേരി. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ചോക്ക വറുക്കണം തേങ്ങ. അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളത്. എരിശ്ശേരിയുടെ സ്വാദ് വരണമെങ്കിൽ തേങ്ങയുടെ വറവിലാണ്. അങ്ങനെ വറുത്ത് കുറച്ചധികം സമയം വറുക്കണുണ്ട്. ലോ ഫ്ലെയിമിലാണ് വറുത്തുകൊണ്ടിരിക്കണേ. അങ്ങനെ വറുത്ത് അതിൻ്റെ കളറ് മാറാൻ തുടങ്ങും. കുറച്ച് ചേഞ്ച് ആയിട്ട് ആദ്യത്തെ കളറിൽ നിന്നും കുറച്ച് വ്യത്യാസമായില്ലേ തേങ്ങ വറവ്. അങ്ങനെ മാറി ഇങ്ങനെ കളറ് മാറി വരും കേട്ടോ. വീണ്ടും കളറ് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ അതിന് വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കളറായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചേനയുണ്ടല്ലോ, ചേന വേവിച്ച് മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് തേങ്ങയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ആ വറവിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വരട്ടി നമുക്കൊന്ന് പാകമാക്കി എടുക്കണം. ഒന്ന് ഇളക്കി നമുക്കിതുപോലെ പാകമാക്കി എടുക്കണം. നല്ല ടേസ്റ്റിയായ എരിശ്ശേരിയാണ് കേട്ടോ, ചേന കായ വറുത്ത എരിശ്ശേരി. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലുള്ള ചേനക്കായ ഓണം സ്പെഷ്യൽ എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.